ഈ വർഷവും കേരളീയം പരിപാടി നടത്താൻ സർക്കാർ സംഘാടക സമിതി യോഗം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. സ്പോൺസർഷിപ്പിലൂടെ തുക കണ്ടെത്താൻ വിവിധ വകുപ്പുകൾക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വർഷം കേരളീയം പരിപാടി നടത്താൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിനായി ബജറ്റിൽ 10 കോടി 10 ലക്ഷം രൂപ നീക്കിവെക്കുകയും ചെയ്തു. കേരളീയം നടത്തുന്നതിനുള്ള സംഘാടക സമിതി യോഗം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. ഡിസംബറിൽ കേരളീയം നടത്താനാണ് ആലോചന. സ്പോൺസർഷിപ്പിലൂടെ ഇതിനുള്ള തുക കണ്ടെത്താനാണ് മുഖ്യമന്ത്രി വകുപ്പുകളോട് നിർദ്ദേശിച്ചത്. കേരളത്തിൻ്റെ നേട്ടങ്ങൾ സത്യസന്ധമായി അവതരിപ്പിക്കുന്ന ലക്ഷ്യത്തോടെയാണ് കേരളീയം നടത്തുന്നത്. ഡൽഹി അന്താരാഷ്ട്ര വ്യാപാരമേളയുടെ മാതൃകയിൽ വ്യവസായ വാണിജ്യ പ്രദർശനങ്ങൾ കൂടി ഇത്തവണ സംഘടിപ്പിക്കാൻ ആലോചനയുണ്ട്. കഴിഞ്ഞ തവണ കേരളീയത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ സർക്കാർ ധൂർത്ത് നടത്തുകയാണെന്നായിരുന്നു ആരോപണം. സ്പോൺസർഷിപ്പിൻ്റെ മറവിൽ വൻതോതിലുള്ള പിരിവാണ് നടന്നതെന്നും ആരോപണം ഉയർന്നിരുന്നു. 24 തിരുവനന്തപുരം.